വാർത്തകളിലേക്ക് കടന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% പുറമെ അധിക തീരുവ പ്രഖ്യാപിച്ചേക്കും. 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തുമെന്നാണ് ഇന്നലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അജിത് ഡോവലും റഷ്യ സന്ദർശിച്ചേക്കും. എന്തായാലും നേരത്തെ പകരത്തിന് പകരം ചുങ്കം എന്നുള്ള നിലയ്ക്കാണ് 25% തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തും എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിഴ കൂടി ചുമത്തുമെന്നുള്ള മുന്നറിയിപ്പും ഭീഷണിയും ഒക്കെ ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. 100% പിഴ തീരുവ എന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ആയിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷെ അതിനുശേഷം എത്ര ശതമാനം തീരുവയാണ് ഈ പിഴയായിട്ട് ചുമത്തുക എന്നതിനെക്കുറിച്ചൊന്നും ധാരണയോ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളോ ഒന്നും പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഭീഷണി ഒന്നും വകവെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതായിരുന്നു നേരത്തെ തന്നെയുള്ള ഇന്ത്യയുടെ നിലപാട്. സമാനമായ നിലപാട് ഇന്ത്യ തുടരുകയാണ്. ഇപ്പോഴും റഷ്യയുമായുള്ള ബന്ധം അത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ളത് വീണ്ടും പറയുകയാണ് ഇന്ത്യ. MG മിഥുൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, വീണ്ടും തീരുവ ചുമത്തി ഇന്ത്യയെ വരിഞ്ഞു മുറുക്കും എന്നുള്ള വലിയ ഭീഷണി ട്രംപ് നൽകുന്നുണ്ട്. പക്ഷെ ആ ഭീഷണിക്കൊന്നും മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ 24 മണിക്കൂർ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കണമെന്നുള്ള അന്ത്യശാസ്ത്രം എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് 25% നേരത്തെ ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പിഴയടക്കം ചുമത്തുമെന്നും കൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ആ പിഴത്തുക എത്രയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 25% എന്ന് പറയുന്ന അതിന് അധിക തീരുവ ചുമത്തും. എത്രത്തോളം ശതമാനമാണ് എന്നുള്ള കാര്യം ട്രംപ് പറയുന്നില്ല. 24 മണിക്കൂറിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. അതായത് ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ഇത് വീണ്ടും മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനിടെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചൊരു ചെറിയ കാര്യമുണ്ടായിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, അതായത് യുക്രൈനിലെ നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അത് അവസാനിപ്പിക്കണം, എണ്ണ വാങ്ങുന്നതും ഒപ്പം തന്നെ ആയുധങ്ങൾ വാങ്ങുന്നതും ഒക്കെ നിർത്തണമെന്നുള്ളൊരു കാര്യമായിരുന്നു ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ അതിനെതിരെ തിരിച്ചടിച്ചത് ഇപ്പോഴും മോസ്കോയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയാണ് US. പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ. പക്ഷേ ഇപ്പോഴും US ആ ഒരു വ്യാപാരം അവിടെ തുടർന്നു പോകുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ചോദിച്ചിരുന്നു. അതിലിപ്പോൾ ട്രംപ് ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു വ്യാപാര ബന്ധം തങ്ങൾ തമ്മിൽ മോസ്കോയും വാഷിങ്ടണുമായി നടക്കുന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്ന രീതിയിലുള്ളൊരു വിചിത്രമായ വാദമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര ബന്ധം നടക്കുന്നുണ്ട് എങ്കിൽ അത് പരിശോധിക്കണം. അത് പരിശോധിച്ച ശേഷം മാത്രം മറുപടി നൽകാമെന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആരോപണം അത് പൂർണ്ണമായും തള്ളുകയല്ല ചെയ്യുന്നത്, പകരം ഒരു വിചിത്രമായ വാദം ആണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മറ്റൊരു വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ തീരുമാനത്തിൽ നിന്ന് മലക്കം പറയുന്നുണ്ട്. അതായത് ഉടനടി തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേൽ ഈ ഒരു താരിഫ് ചുമത്തില്ല. കാരണം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു രാജ്യത്തിന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അവകാശമുണ്ട്, അതിൽ കടന്നു കയറാൻ പാടില്ല എന്ന രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയേക്കാമെന്നുള്ള സൂചനകൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്, ഒരു തരത്തിലും മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ വ്യാപാര ബന്ധം അത് തുടർന്നു പോവുകയും ചെയ്യും. എണ്ണ വാങ്ങുന്നത് അത് തുടർന്നു പോകും. ഒപ്പം തന്നെ ആയുധങ്ങൾ വാങ്ങുന്നത് അത് തുടർന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതിനിടെ എസ് ജയശങ്കറും ഒപ്പം തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മോസ്കോയിലേക്ക് പോകുന്നുണ്ട്. റഷ്യയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അതായത് അടുത്ത ഈ ഒരു ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കരാറിൽ ഏർപ്പെടുക, കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട്
ഉള്ള ചർച്ചകൾ നടക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ അജിത് ഡോവലും റഷ്യ സന്ദർശിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാത്തിരിപ്പാണ്. എത്രത്തോളം പിഴയായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം വലിയ താരിഫായിരിക്കും ഈ ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതെ, തീർച്ചയായും. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.